വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിലെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നവ എക്സ്പ്രസ് ചെയ്യാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ദേ ആർ ട്രാവലിംഗ് ടു മനാലി. അവർ മനാലിയിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പം അവിടുന്ന് പോയി, അപ്പം അവർ ട്രാവലിങ്ങിലാണ് ഇപ്പോൾ എന്ന്. മൈ മദർ ഈസ് ടോക്കിംഗ് വിത്ത് മീ. അമ്മ എൻ്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ആം ഈസ് ആർ. ഇത് ബി വെർബിൻ്റെ പ്രസന്റ് ടെൻസ് ഫോം ആണെന്ന് അറിയാം. അപ്പോൾ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഹെൽപ്പിംഗ് വെർബായിട്ട് വരുന്നവ ഇവയാണ്. ഇതിൻ്റെ കൂടെ മെയിൻ വെർബ് ING എൻഡിങ്ങിലായിരിക്കും. ആ ഒരു പോയിന്റ് ഓർമ്മിക്കുക. വർക്കിംഗ്, വാക്കിംഗ്, പ്ലേയിങ്, ട്രാവലിംഗ്, ടോക്കിംഗ്, അങ്ങനെ എല്ലാം ING എൻഡിങ്ങിലായിരിക്കും. ആ പോയിന്റാണ് നിങ്ങൾക്ക് ഓർമ്മ വേണ്ടത്. ആം ഈസ് ആർ എന്ന ഫൈനൈറ്റ് വെർബും കൂടെ മെയിൻ വെർബിൻ ING എൻഡിങ്ങും. ഷീ ഈസ് ഈറ്റിംഗ്. ഷീ ഈസ് നോട്ട് റീഡിങ്. അവൾ വായിച്ചുകൊണ്ടിരിക്കുകയല്ല. ഷീ ഈസ് ഈറ്റിംഗ്. അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നെഗറ്റീവ് വരുന്നത് ശ്രദ്ധിക്കുക. ഈസ് കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കുക, പിന്നെ മെയിൻ വെർബ് എഴുതുക. അവൾ ഇപ്പോൾ വായിക്കുകയല്ല. അപ്പം വായന എന്നുള്ളതാണ് മെയിൻ വെർബ്, അത് ING എൻഡിങ്ങിലായിരിക്കണം. ഷീ ഈസ് നോട്ട് നെഗറ്റീവാണ്. ദേ ആർ പ്ലേയിങ്. ദേ ആർ നോട്ട് റണ്ണിങ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ഓടിക്കൊണ്ടിരിക്കുകയല്ല. അപ്പം എന്താണ് ആ കുട്ടികളൊക്കെ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദേ ആർ നോട്ട് റണ്ണിങ്, ദേ ആർ പ്ലേയിങ്. അവർ ഓടിക്കൊണ്ടിരിക്കുകയല്ല, അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ റെഗുലറായിട്ട് നമ്മൾക്ക് പറയേണ്ടി വരുന്നവയാണ്. പ്രസന്റ് ടെൻസിൽ ആണ്, അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടതാണ്. ഐ ആം വർക്കിംഗ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ആം നോട്ട് സിംഗിങ്. ഞാൻ പാടിക്കൊണ്ടിരിക്കുകയല്ല. അപ്പം ഇവിടെ നിങ്ങൾ നെഗറ്റീവിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കണം, പോസിറ്റീവിൻ്റെയും. ഐൻ്റെ കൂടെ ആമാണ് വരിക. നോട്ടാണെങ്കിൽ അതിന് ശേഷം എഴുതുക, ഐ ആം നോട്ട് എന്നെഴുതുക. അതിനുശേഷം എന്താണോ മെയിൻ വെർബ് എന്ന് വെച്ചാൽ അത് ING ഫോമിൽ. ദ ഫോൺ ഈസ് റിങ്ങിങ്. അതായത് ഫോൺ അവിടെ റിങ് ചെയ്യുന്നു. അപ്പം നമ്മൾ എന്ത് പറയും? ദ ഫോൺ ഈസ് റിങ്ങിങ്. ഇനി നെഗറ്റീവ് ആണെങ്കിലോ? ദ ഫോൺ ഈസ് നോട്ട് റിങ്ങിങ്. ഈസ് നോട്ട് എന്ന് ചേർക്കുക. വി ആർ ടോക്കിംഗ് ടു യു. ഞങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വി ആർ ടോക്കിംഗ്. അപ്പം ആർ പ്ലസ് മെയിൻ വെർബിൻ ING കാണിക്കുന്നത് കണ്ടിന്യൂസ് ടെൻസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ്. ഇനി അത് നെഗറ്റീവ് ആണെങ്കിലോ? യു ആർ നോട്ട് ലിസണിങ് ടു അസ്. നീ ഞങ്ങൾ പറയുന്നത് ലിസൺ ചെയ്യുന്നേയില്ല. യു ആർ വാച്ചിങ് ദ TV. നീ TV കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെ നിറയെ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പരിശീലിക്കുക. പ്രസന്റ് കണ്ടിന്യൂസിൽ ക്വസ്റ്റ്യൻസ്, അതായത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഇതും അധികമായിട്ട് ഉപയോഗിക്കപ്പെടുന്നവയാണ്. ഈസ് ആർ ഇതൊക്കെ ഫസ്റ്റ് വരും. ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഈസ് ആർ ആം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ വെർബ് ING എൻഡിങ്ങിൽ വരുന്നത്. കണ്ടിന്യൂസ് ഫോമിലെല്ലാം തന്നെ മെയിൻ വെർബ് ING ഫോമിലാണ്. ഈസ് ഹി വർക്കിംഗ്. അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഈസ് ഹി വർക്കിംഗ്. ഇനി ഷീ ആണെങ്കിൽ ഈസ് ഷീ വർക്കിംഗ്. അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഈസ് ഷീ സ്റ്റഡിയിങ്. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് അധികവും ചോദിക്കേണ്ടിയും വരും. അതുകൊണ്ടാണ് ഈ പ്രസന്റ് ടെൻസ് എപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷുകാർക്കും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത്. ഈസ് ഷീ സ്റ്റഡിയിങ്? യെസ് ഷീ ഈസ്. അല്ലെങ്കിൽ എന്ത് പറയണം? അല്ലെങ്കിൽ നോ ഷീ ഈസ് നോട്ട്. ആർ യു ഗോയിങ്? നീ പോവുകയാണോ? ആർ യു ഗോയിങ്? യെസ് ഐ ആം. അവിടെ എന്തുകൊണ്ട്
ഐ ആം എന്ന് വന്നു. ഇവിടെ യു ആയതുകൊണ്ട് ആറ്. ക്വസ്റ്റ്യനിൽ ആർ യു ഗോയിങ്, നമ്മുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയല്ലേ ആർ യു ഗോയിങ്, നീ പോവുകയാണോ എന്ന്. അപ്പം നമ്മൾ അതിന് മറുപടി പറയുമ്പോൾ യെസ് ഐ ആം. വാട്ട് ഈസ് അരുൺ ഡൂയിങ്? ഇനി അരുൺ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വീട്ടിലത്തെ വേറൊരു വ്യക്തി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിയണമെങ്കിൽ വാട്ട് ഈസ് ഹി ഡൂയിങ്, അല്ലെങ്കിൽ വാട്ട് ഈസ് അരുൺ ഡൂയിങ്, എന്താണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒന്ന് പോയി നോക്കിയിട്ട് വാ എന്ന് പറയും. വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹി ഈസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. അപ്പം നമ്മളവിടെ പോയി നോക്കുമ്പോൾ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമ്മൾ എന്ത് പറയും? ഹി ഈസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. ആർ യു ഡ്രിങ്കിങ് കോഫി നൗ? നീ ഇപ്പോൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണോ? അതായത് ആ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നു. അറ്റ് ദ മൊമെന്റ് അല്ലെങ്കിൽ നൗ. ആർ യു ഡ്രിങ്കിങ് കോഫി നൗ? നോ, ഐ ആം ക്ലീനിങ് ദ റൂം. ഞാൻ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക, നിറയെ ക്വസ്റ്റ്യൻസ് എഴുതുക, ആൻസറും പറഞ്ഞ് പരിശീലിക്കുക. ആർ യു ഗോയിങ് നൗ? നീ പോവുകയാണോ? യെസ് ഐ ആം. അത് ഷോർട്ട് ആൻസേഴ്സ് അപ്പം തന്നെ അത് നിങ്ങൾ പറയുക അതിൻ്റെ ആൻസേഴ്സ്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റും. ആലോചിക്കേണ്ട ആവശ്യം വരില്ല. ആർ യു ഗോയിങ് നൗ? യെസ് ഐ ആം. അല്ലെങ്കിൽ പോണില്ലെങ്കിൽ എന്ത് പറയും? ആർ യു ഗോയിങ് നൗ? നോ ഐ ആം നോട്ട്. ഈസ് ഇറ്റ് റെയിനിങ്? നോ ഇറ്റ് ഈസ് നോട്ട്. ഇല്ല, മഴയൊന്നും പെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഈസ് ഇറ്റ് റെയിനിങ് നൗ? അല്ലെങ്കിൽ ഈസ് ഇറ്റ് റെയിനിങ് അറ്റ് ദ മൊമെന്റ്? നോ ഇറ്റ് ഈസ് നോട്ട്. ദ സൺ ഈസ് ഷൈനിങ്. ആർ യുവർ ഫ്രണ്ട്സ് പ്ലേയിങ്? എന്താ നിന്റെ ഫ്രണ്ട്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? നോ ദേ ആർ നോട്ട്. അല്ല എന്നാണ് പറയുന്നത്. നോ ദേ ആർ നോട്ട്. അതാണ് അതിൻ്റെ ആൻസർ, ഷോർട്ട് ആൻസർ. ഇനി യെസ് ആണെങ്കിലോ? യെസ് ദേ ആർ. ഇവിടെ ദേ എന്ന് വരാൻ കാരണം യുവർ ഫ്രണ്ട്സ് എന്ന് പറയുന്നതിൻ്റെ റീപ്ലേസ് ചെയ്താൽ എന്താ വരിക? ദേ എന്നുള്ള പ്രൊനൗൺ. അപ്പം അങ്ങനെ അതിൻ്റെ ആൻസേഴ്സും അതേ സമയം തന്നെ മനസ്സിലാക്കി പറയുക. കുറേ ക്വസ്റ്റ്യൻസ് എഴുതുക, ആൻസർ എഴുതുക. എക്സസൈസ് നോക്കുക. ഐ സിറ്റ് ഓൺ എ ചെയർ. ഇത് ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആക്കി എഴുതണം. പ്രസന്റ് കണ്ടിന്യൂസ് നിങ്ങൾക്ക് അറിയാം, മെയിൻ വെർബ് ഐ എൻ ജി എൻഡിങ്ങിലായിരിക്കും. അപ്പോൾ ഐൻ്റെ കൂടെ എന്താ വരിക ഹെൽപ്പിംഗ് വെർബായിട്ട്? ഐ ആം സിറ്റിംഗ് ഓൺ എ ചെയർ. വളരെ ഈസിയാണത്. പ്രസന്റ് കണ്ടിന്യൂസിലാക്കി എഴുതണം. ഇറ്റ് റെയിൻ. അപ്പോൾ ഇതെങ്ങനെ എഴുതും? ഇറ്റ് ഈസ് റെയിനിങ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്. മഴ പെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് എന്ന് പറഞ്ഞാലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്. ഹി വെയിറ്റ് ഫോർ എ ബസ്. അവനൊരു ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക? ഹി വരുമ്പോൾ ഹി ഈസ് വെയിറ്റിംഗ് ഫോർ എ ബസ്. ഇനി വി ആണെങ്കിലോ? വി ലേൺ ഇംഗ്ലീഷ്. ഇതെങ്ങനെ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെന്റൻസ് ആക്കും? വി ആർ ലേണിംഗ് ഇംഗ്ലീഷ്. ഇത് ക്വസ്റ്റ്യൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻസ്. വർക്കിംഗ് അരുൺ ടുഡേ. അരുൺ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം അരുൺ ആയതുകൊണ്ട് ഈസ് അരുൺ വർക്കിംഗ് ടുഡേ? ഇന്ന് അരുൺ വർക്ക് ചെയ്യുന്നുണ്ടോ? കമ്മിങ് ദ ബസ്. ബസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈസ് ദ ബസ് കമ്മിങ്? വാട്ട് അനു കുക്കിംഗ്. എന്താണ് അനു കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പം അനു ആയതുകൊണ്ട് ഈസ് അനു. വാട്ട് ഈസ് അനു കുക്കിംഗ്. അപ്പം അനു ആയതുകൊണ്ടാണ് ഈസ്. അപ്പം വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് അത് ഏറ്റവും ആദ്യം എഴുതുക. വാട്ട് ഈസ് അനു കുക്കിംഗ്? യു ലിസണിങ് ടു മീ. നീ ഞാൻ പറയുന്നത് ലിസൺ ചെയ്യുന്നുണ്ടോ? അപ്പോൾ യു ആയതുകൊണ്ട് എന്താ വരിക? ആർ യു ലിസണിങ് ടു മീ? ഇങ്ങനെ ക്വസ്റ്റ്യനുകളും പോസിറ്റീവ് നെഗറ്റീവ് സെൻറ്റൻസുകളും എഴുതിക്കൊണ്ട് മനസ്സിലാക്കുക.